ഹിദായത്തിന്റെ വഴികൾ അവർ കാണിച്ചു തരൂല. വലാ യസ്തന്നൂന ബിസുന്നത്തി, സുന്നത്ത് അംഗീകരിക്കാൻ അവർ തയ്യാറാവുകയില്ല, സുന്നത്തിന് പിൻപറ്റാൻ സമ്മതിക്കൂല. കളവ് പ്രചരിപ്പിക്കും, ആ കളവിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യും. അക്രമം കാണിക്കും, ആ അക്രമത്തിന് നമ്മൾ സപ്പോർട്ട് ചെയ്യും. അങ്ങനെ ചെയ്താൽ ഫൗലൈക ലൈസു മിന്നി, അവർ എന്നിൽപ്പെട്ടവരല്ല, ഞാനും അവരിൽപ്പെട്ടവരല്ല, അവരെന്റെ ഹൗദുൽ കൗസറിലേക്ക് വരികയുമില്ല. മറിച്ച് ഫലം യുസദ്ദിഖുഹും ബികദിബിഹിം വലം യുഇൻഹും അലാ ദുൽമിഹിം, ആരെങ്കിലും അവരുടെ കളവിനെ സമ്മതിക്കാതെ, അവരുടെ അക്രമത്തെ ഭയപ്പെടാതെ അവരെ സഹായിക്കാതിരുന്നാൽ ഫഅന മിൻഹും, ഞാൻ അവരിൽപ്പെട്ടവനാണ്. വസയരിദു അലയ്യ ഹൗദി, അവർ എന്റെ ഹൗദിന്റെ അരികിലേക്ക് കടന്നു വരുന്നവരാണ്. അവരാണ് നല്ല ഭരണാധികാരി. അവരെ സഹായിക്കാതിരിക്കണം, അക്രമത്തിന് വല്ല സഹായിക്കാതിരിക്കണം. അതല്ലാതെ അക്രമം അഴിച്ചുവിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ അവർ അഹങ്കാരികളായ വിഡ്ഢികളായ ഭരണാധികാരികളാണ്. ഇന്ത്യ രാജ്യത്തിന്റെ ചരിത്രം എന്നൊക്കെ പറയുന്ന മാനവിക സംസ്കാരത്തിന്റെ ഉടമകളാണ്. നമുക്കതല്ലേ വേണ്ടത്? നമുക്കിവിടെ മാനവികതയാണ് നമുക്ക് ആവശ്യം. മനുഷ്യനെ മനുഷ്യനായി കാണണം. ഹിന്ദു ആകട്ടെ, മുസ്ലിം ആകട്ടെ, ക്രൈസ്തവനാകട്ടെ, ആരും ആകട്ടെ, മനുഷ്യനാണ്. ഒരാൾ റോഡിൽ ആക്സിഡന്റ് ആയിട്ട് കിടന്നാൽ നമ്മൾ ഓടിപ്പോയി അദ്ദേഹത്തെ പെട്ടെന്ന് വെള്ളം കൊടുത്ത് ആംബുലൻസ് വിളിച്ച് കാറിൽ കയറ്റി, അല്ലെങ്കിൽ ആംബുലൻസ് വിളിച്ച് നേരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകും. നമ്മൾ അവന്റെ മതമോ ആദർശമോ നമ്മൾ നോക്കാറില്ല. അവനൊരു മനുഷ്യനാണ്, അവനൊരു മനുഷ്യക്കുട്ടിയാണ്. അതുകൊണ്ട് ആ മനുഷ്യത്വത്തെ പരിഗണിച്ചുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചത്. മനുഷ്യത്വത്തിന് വില കൊടുക്കണം, മനുഷ്യന് വില കൊടുക്കണം. ഒരു സ്റ്റാൻഡ് തട്ടാതെ ഒരു ബൈക്കുകാരൻ ഓടിച്ചു പോയാൽ അവൻ RSS കാരനാകട്ടെ, BJP കാരനാകട്ടെ, മുസ്ലിം ആകട്ടെ, സിഖ് മതക്കാരനാകട്ടെ, ആരുമാകട്ടെ, ആ സ്റ്റാൻഡ് തട്ടാതെ ഓടിച്ചു പോകുന്ന ആ ബൈക്കുകാരനോട് നമ്മൾ കൈയടിച്ചിട്ട് പറയും, ഏയ് സഹോദര, ആ സ്റ്റാൻഡ് തട്ടണം, സ്റ്റാൻഡ് തട്ടണം. എന്തേ കാരണം? അവൻ അപകടത്തിൽപ്പെടാതിരിക്കാൻ. കാർ ഓടിച്ചു പോകുമ്പോൾ ഏതെങ്കിലും ഡോറ് പകുതി തുറന്നു കിടന്നാൽ നമ്മൾ പെട്ടെന്ന് ഓവർടേക്ക് ചെയ്ത് ചവിട്ടി നിർത്തിയിട്ട് പറയും, ഈ സഹോദര, ആ ഡോറ് നടക്കണ, ഡോറ് തുറന്നു കിടക്കുന്നു. നമ്മൾ അവന്റെ ആദർശം നോക്കാറില്ല. ഇതാണ് ഐക്യം, ഇതാണ് മാനവികത, ഇതാണ് മനുഷ്യ സൗഹാർദ്ദം. ഇതാണ് നമുക്ക് വേണ്ടത്, ഇതല്ലേ നമുക്ക് വേണ്ടത്? ഈ ഒരു സൗഹാർദ്ദ അന്തരീക്ഷമാണ് നമുക്ക് വേണ്ടത്, നമ്മുടെ നാട്ടിൽ വേണ്ടത്. ആ ഒരു ഐക്യമാണ് നമുക്ക് ഉണ്ടാകേണ്ടത്, ആ ഒരു സാഹോദര്യമാണ് നമുക്ക് ഉണ്ടാകേണ്ടത്. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മൂന്നാമത്തെ ദുആ ചെയ്തു. എന്താ ദുആ? എന്താ മൂന്നാമത്തെ ദുആ? സഅൽതുഹു അല്ലാ യൽബിസഹും സിയാ, എന്റെ സമുദായത്തെ പല തട്ടുകളാക്കരുത് അല്ലാഹ്. വഅല്ലാ യജഅല ബഅസഹും ബൈനഹും, എന്റെ സമുദായത്തെ പല ഗ്രൂപ്പുകളാക്കരുത് അല്ലാഹ്. ആദരവായ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, ഈ മൂന്നാമത്തെ ദുആ ഞാൻ എന്റെ റബ്ബിനോട് ചോദിച്ചപ്പോ ഫമനഅനിഹാ, എന്റെ റബ്ബ് എനിക്കതിന് മറുപടി നൽകിയില്ല സഹാബ. അത് സാധ്യമല്ല മുഹമ്മദേ, അത് സാധ്യമല്ല മുഹമ്മദേ. തീർന്നില്ല സംഭവം. അതുകൊണ്ടാണ് നമ്മൾ തമ്മിൽ കിടന്നടിക്കുന്നത്. എ ഗ്രൂപ്പ്, ബി ഗ്രൂപ്പ്, സി ഗ്രൂപ്പ്, ഡി ഗ്രൂപ്പ്, എ പോസിറ്റീവ്, ബി പോസിറ്റീവ്, എ നെഗറ്റീവ്, ഒ നെഗറ്റീവ് എന്നൊക്കെ പറഞ്ഞിട്ട് അടി ഉണ്ടാക്കുന്ന സംഭവം മനസ്സിലായില്ലേ? മനസ്സിലായ സംഭവം? നമ്മുടെ കൗമ തന്നെ നമ്മൾ തമ്മിൽ അടി, നമ്മുടെ പല്ലുത്തി നമ്മൾ മുളപ്പിക്കും, തമ്മിലടിയാണ്. എവിടെയെങ്കിലും രക്ഷപ്പെടാൻ പറ്റുമോ? നമ്മളൊരു മഹല്ലിൽ എത്ര പേരുണ്ട്? 400 പേര്, 500 പേരുണ്ടെങ്കിൽ 500 പേര് ഒറ്റക്കെട്ടാണോ? നിസ്കാരത്തിൽ മാത്രം ഒറ്റക്കെട്ട്, ഇമാമിന്റെ പിന്നാലെ ഒറ്റക്കെട്ട്, ഇറങ്ങിക്കഴിഞ്ഞാൽ പലകെട്ടായി. പിന്നെ ഒറ്റക്കെട്ടെല്ലാം പോയി. അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ ഒറ്റക്കെട്ട് ഇമാമിന്റെ മുന്നിൽ നിൽക്കുമ്പോൾ അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി എന്ന് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പലതരട്ടിലായി. പള്ളിയിൽ ജുമാക്ക് വരുമ്പോൾ കത്തി കൊണ്ടുവരും. സുജൂദ് നിൽക്കുന്ന സമയത്ത് യാ അല്ലാഹ് ഒരൊറ്റ കുത്ത്, തീർന്നില്ല സംഭവം. നിസ്കരിക്കാൻ വേണ്ടി വന്നു. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ വാക്ക് യാഥാർത്ഥ്യമല്ലേ? എത്ര പള്ളികളെ കൊലടക്കുക, എത്ര പള്ളികളെ പൂട്ടിയിട്ടിരിക്കുക, എത്ര പള്ളികളെ നമ്മൾ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പേരിൽ അടിയുണ്ടാക്കുന്നത്. അഹ്ലുസുന്നത്തിൽ അതിന് അടിയുണ്ടാക്കാൻ പറ്റും? നമ്മുടെ മുസ്ലിം സഹോദരങ്ങളൊക്കെ UP-യിൽ കിടന്ന് പറയുന്ന വാക്കെന്താ? ഇന്ത്യയിൽ ഒട്ടാകെ മാംസം നിരോധിക്കണമെന്ന് മൊത്തത്തിൽ മുസ്ലിങ്ങളെ പറയാം. ഇപ്പൊ അജ്മീർ ഹാജായും അജ്മീർ ദർഗായിലെ ദീവാനും പറഞ്ഞു, ഞാൻ എന്റെ മക്കളോട് ശപഥം ചെയ്ത് ഇറച്ചി തിന്നരുതെന്ന് ശപഥം ചെയ്തിരിക്കുകയാണ്. മുസ്ലിം ഉമ്മത്താണ്. അപ്പൊ മറ്റുള്ളവരെന്ത് പറയും? ഇവര് പറഞ്ഞല്ലോ, പിന്നെന്താ അവർക്ക് കേട്ടാണ്, നിങ്ങൾക്ക് കേട്ടല്ലോ, എന്താ എല്ലാ മുസ്ലിങ്ങളല്ലേ? കോടതിയിലൊരു മുസ്ലിമിനെ വിളിച്ചിട്ട് വെച്ചു, ദാടി വെക്കൽ നിങ്ങൾക്ക് നിയമമുണ്ട്? അങ്ങനെ നിർബന്ധമൊന്നുമില്ല, പ്രശ്നമില്ല. കോടതി തീരുമാനിച്ചു, ദാടി വെച്ചുകൊണ്ട് ആരും സർക്കാർ ഓഫീസിൽ പോകണ്ട. യാ അല്ലാഹ് ഖലാസ്, തീർന്ന സംഭവം. ഒരു വിവരമില്ലാത്ത ജാഹിലിനെ വിളിച്ചുകൊണ്ട് ചോദിക്കുമ്പോൾ അവനെ അങ്ങനെ അംഗീകരിച്ചു. എന്താണ് ദാടി, അതിന്റെ സുന്നത്തിന്റെ മഹത്വം എന്ന് അവനറിയില്ല, പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അപ്പൊ പരസ്പരം തമ്മിലടിക്കും, പരസ്പരം ഗ്രൂപ്പുകൾ ഉണ്ടാകും എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അതൊന്ന് ഒഴിവാക്കി തരണേ അല്ലാഹ് എന്ന് ചോദിച്ചപ്പോൾ അല്ലാഹു തആല പറഞ്ഞു, ഇല്ല മുഹമ്മദേ, ഞാനത് നേരത്തെ തീരുമാനിച്ചു കഴിഞ്ഞു, സാധ്യമേ അല്ല.
ഇസ്ലാമിന്റെ ശരീഅത്തിന്റെ സംരക്ഷണാർത്ഥം നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് കൂടാൻ പറ്റും. നമ്മുടെ ഒരു മഹല്ലുകാരൻ നമുക്ക് ഒരുമിച്ച് കൂടാൻ പറ്റും. മുസ്ലിമീങ്ങൾക്കിടയിൽ നമുക്ക് ഒരുമിച്ച് കൂടാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ലോകത്തെ 55 രാഷ്ട്രം മുസൽമാന്റെ രാഷ്ട്രമാണ്. ഒരുമിച്ച് കൂടാൻ നബി തങ്ങൾ പറ്റൂല എന്ന് പറഞ്ഞു. ശരിയല്ലേ? ശരിയല്ലേ? മ്യാൻമറിൽ നടക്കുന്ന ആ സംഭവങ്ങൾക്ക് ഏതെങ്കിലും ഒരു മുസ്ലിം രാജ്യത്ത് നിന്ന് ഭരണാധികാരികൾ ആരെങ്കിലും ഒരു ചൂണ്ടാണി ഒന്ന് ഉയർത്താറുണ്ടോ? ഫലസ്തീനിൽ എത്ര മക്കളെ ആ പരിശുദ്ധമായ റമളാൻ മാസത്തിൽ വെടിവെച്ച് കൊല്ലുന്നത്, എത്ര കുഞ്ഞുമക്കളെ കഴുത്തറത്ത് കൊല്ലുന്നു. ആർക്കെങ്കിലും ഏതെങ്കിലും ഭരണകൂടം, സൗദിയോ UAE മറ്റേതെങ്കിലും ഭരണകൂടം പറയുന്നുണ്ടോ? ഇല്ല. അവരെ യോജിപ്പിക്കാൻ കഴിയുന്നുണ്ടോ? ഇല്ല. ഇസ്ലാമിക രാജ്യം എന്നാണ് ഇറാനെ കുറിച്ച് അറിയപ്പെടുന്നത്. ആ ഇറാനിൽ പെട്ടവരല്ലേ ഷിയാക്കളെ, ഷീയിസത്തിൽ പെട്ടവരല്ലേ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ പരിശുദ്ധമായ കഅബ ഷരീഫിൽ വന്നുകൊണ്ട് എത്ര എണ്ണത്തിന് ദാരുണമായ അന്ത്യത്തിന് തുടക്കം കുറിച്ചത്? എത്ര പേര്? ഷിയാക്കളെയും അവരും നമ്മൾ മുസ്ലിമായിട്ട് അംഗീകരിക്കുന്നു? ഇല്ല, ഒരിക്കലും അവർ മുസ്ലിമായിട്ട് അവർ അംഗീകരിക്കാൻ പറ്റൂല. അവരിൽപ്പെട്ട ഒരു വിഭാഗമാണ് ഈ IS പേരും പറഞ്ഞ് ഇറങ്ങുന്നത്. ഇസ്ലാമിനെതിരെ ഇസ്ലാമിന്റെ പേരും പറഞ്ഞിട്ട് IS, ഇസ്ലാമിക് സ്റ്റേറ്റ്. ഒരിക്കലും ഇല്ല. ഇസ്ലാമിൽ അങ്ങനെ ഒരു സംഘടനയില്ല. IS എന്ന് പറയുന്നത് അതൊരു ഭീകര സംഘടനയായിരിക്കാം, അത് ഇസ്രായേൽ സംഘടനയായിരിക്കാം. ഇസ്ലാമുമായിട്ട് അതിന് യാതൊരു ബന്ധവുമില്ല, ബന്ധവുമില്ല. ഇസ്ലാമിൽ ഒരാളെയും അകാരണമായി കൊല്ലാനോ വധിക്കാനോ കഴുത്തറക്കാനോ ഇസ്ലാം പഠിപ്പിക്കുന്നില്ല. ഒരു എറുമ്പിനെ പോലും വേദനിപ്പിക്കരുത് എന്ന് പഠിപ്പിക്കുന്ന പരിശുദ്ധമായ മതമാണ് പരിശുദ്ധമായ ഇസ്ലാം. അതാണ് ഇസ്ലാം. അതുകൊണ്ട് ബഹുമാനമുള്ള സഹോദരൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നമുക്കിടയിൽ ഐക്യം നമ്മൾ ഉണ്ടാക്കി. നമ്മളൊരു മഹല്ലുകാരുണ്ടോ? ഐക്യത്തോടെ വാ. ഈ ലോകത്തുള്ള മുഴുവൻ ഉമ്മത്തിനെ, മുസ്ലിം ഉമ്മത്തിനെ ഒറ്റക്കെട്ടായിട്ട് കൊണ്ടുവരാൻ നമ്മൾ സാധ്യമല്ല, നടക്കയില്ല. അതിനുവേണ്ടി പരിശ്രമിക്കുകയും വേണ്ട. നബിതങ്ങൾ ദുആ ചെയ്തതാണ്, അതിന് ഉത്തരവും കിട്ടിയില്ല. പോയി സംഭവം. ഒരു മഹല്ലുകാർ യോജിക്കാം, ഒരു ജുമാ കഴിഞ്ഞ് ഒരു പ്രതിഷേധം നടത്താം, ഒരു പ്രതിഷേധ പ്രകടനം ഏതെങ്കിലും വിഷയത്തിൽ, സിവിൽ കോഡോ മറ്റേതെങ്കിലും കൊലയോ മറ്റും ബന്ധപ്പെട്ട് ഒരു ജുമാ കഴിഞ്ഞപാടെ നമ്മൾ എല്ലാവരും ഇറങ്ങി നിന്നുകൊണ്ട് നമുക്കൊരു പ്രതിഷേധം. തീർച്ചയായിട്ടും ഇന്ത്യ മഹാരാജ്യത്തിൽ പ്രതിഷേധിക്കാൻ അവകാശമുണ്ട്. സുപ്രീം കോടതി പോലും ഹർത്താൽ നിരോധിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ വാക്കെന്താ? ഇന്ത്യ രാജ്യത്തുള്ള പൗരന് പ്രതിഷേധിക്കാനുള്ള അവകാശമുണ്ട്. തീർച്ചയായിട്ടും അവിടെ ഒരു ഐക്യമാണ്. അവിടെയാണ് നമ്മുടെ ഐക്യം, അവിടെയാണ് നമ്മുടെ സഹോദര്യം. मज़हब नहीं सिखाता आपस में भैर रखना, मज़हब नहीं सिखाता आपस में भैर रखना, हिंदी है हम वतन है हिंदुस्ता हमारा, हिंदी है हम वतन है हिंदुस्ता हमारा. ഒരു മദ്ഹബും പഠിപ്പിക്കുന്നില്ല, ഒരു സമുദായവും പഠിപ്പിക്കുന്നില്ല പരസ്പരം നിങ്ങൾ വൈരം വെച്ച് പുലർത്താൻ, പരസ്പരം വൈരാഗ്യമുള്ളവരായി മാറാൻ, പരസ്പരം തമ്മിലടിക്കാൻ ഒരു മദ്ഹബും പഠിപ്പിക്കുന്നില്ല, ഒരു സമുദായവും പഠിപ്പിക്കുന്നില്ല. ഹിന്ദി ഹേ ഹം വതൻ ഹേ, നമ്മൾ ഈ മഹത്തായ ഇന്ത്യക്കാരാണ്. നമ്മുടെ മഹത്തായ ഇന്ത്യ രാജ്യം എന്ന് പറയുന്നത് ലോകത്തെ ഏറ്റവും വലിയ അനുഗ്രഹീതമായ രാജ്യമാണ്. സാരേ ജഹാം സെ അച്ഛാ എന്ന് ലോകത്തോട് വിളിച്ചു പാടിയത് ഒരു മുസ്ലിമായ അല്ലാമ ഇഖ്ബാൽ അല്ലേ. സാരേ ജഹാം സെ അച്ഛാ, ഹിന്ദുസ്ഥാൻ ഹമാര ഹമാര, സാരേ ജഹാം സെ അച്ഛാ. ഹിന്ദി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അറബികൾ പോലും ചർച്ച ചെയ്തിരുന്ന ആളല്ലേ ഹിന്ദ്, ഇന്ത്യ, ഹിന്ദി എന്നൊക്കെ പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ഗൾഫിൽ പോയാലും പാസ്പോർട്ടിൽ ഹിന്ദി, യാ അല്ലാഹ്, ഹിന്ദി താൽ യാ അല്ലാഹ് എന്നിട്ട് പറഞ്ഞ വാക്കെന്താ? ബഹുമാനപ്പെട്ട നബിയിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട പ്രിയങ്കരിയായ പത്നി ബീവി ഖദീജ റളിയല്ലാഹു തആല അൻഹയുടെ 2 മക്കളുടെ പേര് ഹിന്ദ് എന്നാണ്. ഹിന്ദ് എന്നാണ്. ഉത്ബത്തിന്റെ മകളുടെ പേര് ഹിന്ദ് എന്നാണ്. ഇന്ന ഹിന്ദം ബിൻത ഉത്ബ. ഹിന്ദ്, ഉത്ബയുടെ മകൾ ഹിന്ദ്, സുഫിയാൻ, അബൂ സുഫിയാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഭാര്യ. ഹിന്ദ് റളിയല്ലാഹു തആല അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പോയി പരാതി പറഞ്ഞു, ഹിന്ദ്, അവളുടെ പേര് ഹിന്ദ് എന്നാണ്. അവിടെ ഹിന്ദും ഇന്ത്യയുമായിട്ടൊക്കെ വലിയ ബന്ധമല്ലേ ഉള്ളത്? ബഹുമാനമുള്ള സഹോദരങ്ങളെ, ബഹുമാനപ്പെട്ട നബിയിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമായ മദീന പള്ളിയുടെ ഉമ്മറപ്പടിയിൽ ഇരിക്കുമ്പോ അലി റളിയല്ലാഹു തആല അൻഹുവിന്റെ കൈക്ക് പിടിച്ച് മെല്ലെ നടന്നു നീങ്ങുന്ന സമയത്ത് ഒരു തണുത്ത കാറ്റ് അവരെ തലോടിക്കൊണ്ടുപോയി. തണുത്ത കാറ്റ്, ശീതളക്കാറ്റ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അലി, ഇത് ഇന്ത്യയുടെ കാറ്റാണ്, ഹിന്ദിൽ നിന്ന് വരുന്ന കാറ്റാണ്. ഇന്ത്യയിലെ കാറ്റും സ്വർഗത്തിലെ വൃക്ഷങ്ങളും അള്ളാഹു യോജിപ്പിച്ചിരിക്കുന്നു, ഒരുമിപ്പിച്ചിരിക്കുന്നു എന്ന് നബിയുനാ ഷഫീഉനാ റസൂലുള്ളാഹി ഈ മഹത്തായ ഇന്ത്യ രാജ്യത്തെ കുറിച്ച് ചർച്ച ചെയ്തില്ലേ? ഇന്ത്യ രാജ്യത്തെ കുറിച്ച് ചർച്ച ചെയ്തില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചർച്ച ചെയ്ത നാടാണ് നമ്മുടെ നാട്. അതുകൊണ്ടാണല്ലോ ഇന്ന് പാശ്ചാത്യന്മാർ ഗോഡ്സ് ഓൺ കൺട്രി, ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നത്.
ഇന്ത്യ രാജ്യം, നമ്മുടെ കേരളം ദൈവത്തിന്റെ സ്വന്തം നാട്. ചേരമാൻ പെരുമാൾ, ചക്രവർത്തി പെരുമാൾ, താജുദ്ദീൻ റളിയല്ലാഹു തആല അൻഹു എന്ന പേരിന് അർഹനായ മഹാനായ ചക്രവർത്തി പെരുമാൾ റളിയല്ലാഹു തആല അൻഹു ബഹുമാനപ്പെട്ട നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ ജിദ്ദയിൽ തമ്പടിച്ചിരുന്നപ്പോ ഈ നാട്ടിൽ നിന്ന് പോയി ബൈഅത്ത് ചെയ്ത് മുസ്ലിമായെങ്കിൽ ഈ നാട്ടിൽ നിന്ന് ഇഞ്ചി കൊണ്ടുപോയി നബിയുനാ റസൂലുള്ളാഹി തങ്ങൾക്ക് സമ്മാനിച്ചു. അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ഞങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന്റെ സദസ്സിൽ ഇരിക്കുമ്പോ ഒരു സിന്ധിൽ നിന്ന് വന്ന ഒരു വ്യക്തി, ഒരു ഹിന്ദി എന്ന് വേണമെങ്കിൽ നമ്മൾ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ, അദ്ദേഹം ഒരു ചെറിയ ഒരു പൊതി കൊണ്ടുവന്ന് നബി തങ്ങൾക്ക് കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് അഴിച്ചു. അതിലെല്ലാവർക്കും ഓരോ ഓഹരി അല്ലാഹുവിന്റെ റസൂൽ നൽകി. അതിലുണ്ടായിരുന്നത് സൻജബീൽ, ഇഞ്ചി ആയിരുന്നു എന്ന് ഹദീസിൽ കാണാം. ഇഞ്ചി ആ ഇഞ്ചി കേരളത്തിൽ നിന്ന് കൊണ്ടുപോയി അല്ലാഹുവിന്റെ റസൂൽ അത് ഉപയോഗിച്ചു, കഴിച്ചു എന്നുള്ളതാണ്. താരീഖിൽ നമ്മൾ പരിശോധിച്ചാൽ കാണാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീട്ടിലെ ഫർണിച്ചർ ഉപകരണങ്ങളിൽ നിന്ന് അതിന്റെ തേക്കിൽ എഴുതപ്പെട്ടിട്ടുണ്ട് ഹിന്ദിൽ നിന്നാണ്, ആ ഹിന്ദിൽ നിന്നും കേരളത്തിൽ നിന്നാണ് അതിൽ നിന്ന് വന്നത് എന്ന് ചരിത്രത്തിലെ താരീഖിൽ നമ്മൾ പരിശോധിച്ചാൽ കാണാം. മഹാനായ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം വന്നിറങ്ങിയത് ഇന്ത്യ രാജ്യത്തിലല്ലേ സഹോദര? നമ്മുടെ പിതാവ് വന്നത് എവിടെയാണ്? നിങ്ങൾ തമിഴ്നാട്ടിലെ രാമേശ്വരത്തിലേക്ക് പോയാൽ രാമേശ്വരത്ത് ആദം നബിയുടെ 2 മക്കളുടെ ഖബർ കാണാം. അല്ലാഹു ആലം എന്ന് പറയപ്പെടുന്നു. ഹാബീല് ഹാബീല് ഭയങ്കര നീളത്തിൽ കാണാം. അവിടെ നിന്ന് 16 കിലോമീറ്റർ കടൽ മാർഗം സഞ്ചരിച്ചാൽ സിലോണിലെത്തും. സിലോണിലാണ് ആദം മല എന്നറിയപ്പെടുന്നത്. അവിടെയാണ് ആദം നബി, അന്ന് ഇന്ത്യയൊക്കെ ഒന്നായിരുന്നല്ലോ, അന്ന് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇറങ്ങിയത് അവിടെയാണ്. അതിന്റെ പേര് ആദം മല എന്നാണ് അറിയപ്പെടുന്നത് എന്നുണ്ട്. ബഹുമാനപ്പെട്ട നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സ്വർഗ്ഗത്തിൽ നിന്ന് ഇറക്കിയപ്പോ ഇന്ത്യ രാജ്യത്തിലാണ് വന്നിറങ്ങിയത്. പാരമ്പര്യം, നമ്മുടെ പാരമ്പര്യം ഇസ്ലാമാണ്. മനസ്സിലാക്കണം. 800 വർഷം 8 നൂറ്റാണ്ടുകാലം മുഗളന്മാര് ഭരിച്ചു ഇന്ത്യ മഹാരാജ്യം. ഒരു അമ്പലവും പൊളിച്ചില്ല, ഒരു പൂജാരിയും കൊന്നില്ല, ഒരു ബ്രാഹ്മണ പെണ്ണിനും ഒരു മാനഹാനി വരുത്തിയില്ല. ചരിത്രമുണ്ടോ? പഠിപ്പിച്ചതാ, കാണിച്ചതാ. നമ്മുടെ തൊട്ടടുത്ത് കിടക്കുന്ന സംസ്ഥാനമായ കർണാടക സംസ്ഥാനത്തിന്റെ അമ്പലങ്ങളിൽ പോയി ആ അമ്പലത്തിലുള്ള അവിടെയുള്ള പാത്രങ്ങളൊക്കെ പരിശോധിച്ചു നോക്കിയാൽ ആ സ്വർണ്ണ തളികകളും വെള്ളി തളികകളും അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഭഗവാൻ ടിപ്പുവിനാൽ സമ്മാനിക്കപ്പെട്ടത്. ടിപ്പു സുൽത്താൻ റളിയല്ലാഹു തആല അൻഹു വാങ്ങിക്കൊടുത്തതാണ്. കർണാടക ജില്ലയിലെ കർണാടകത്തിലെ തൊങ്കപ്പള്ളി ഗൊള്ളപ്പള്ളി എന്ന് പറയുന്ന പുഷ്പഗിരി അമ്പലത്തിന്റെ ഉത്സവത്തിന് സ്ഥലമില്ല എന്ന് അന്നത്തെ ഹൈന്ദവരായ ഒരു വിഭാഗം ആളുകൾ മഹാനായ ടിപ്പു സുൽത്താനെ സമീപിച്ചപ്പോ തൊങ്കപ്പള്ളി ഗൊള്ളപ്പള്ളി എന്ന് പറയുന്ന 2 വലിയ സ്ഥലങ്ങൾ വാങ്ങി ആ സഹോദരങ്ങളുടെ അപേക്ഷാർത്ഥം ആവശ്യാർത്ഥം അമ്പലത്തിന് ഉത്സവം നടത്താൻ ബഹുമാനപ്പെട്ട ടിപ്പു സുൽത്താൻ റളിയല്ലാഹു തആല അൻഹു വാങ്ങിക്കൊടുത്തു. ഈ രാജ്യത്തിന്റെ മത സൗഹാർദ്ദം നിലനിർത്താൻ മഹാനവറുകൾ തയ്യാറായി. രാവിലെ അദ്ദേഹത്തിന്റെ ശ്രീരംഗപട്ടണം, അദ്ദേഹത്തിന്റെ കോട്ടയ്ക്കകത്ത് 3 അമ്പലങ്ങളുണ്ട്. ആ അമ്പലം സുബഹി നമസ്കാരം കഴിഞ്ഞപാടെ ആദ്യമായി അമ്പലത്തിൽ പോയി പൂജാരികളുമായി ചർച്ച ചെയ്യും. ഇന്ന് ഈ അമ്പലത്തിന് ആവശ്യമായ പൂജയ്ക്ക് ആവശ്യമായ നിങ്ങൾക്ക് ആവശ്യമായ കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് അവിടുത്തെ പൂജാരികളുമായി ചർച്ച ചെയ്യുമ്പോൾ മഹാനായ ടിപ്പു സുൽത്താൻ ഒരു തീവ്രവാദിയായിരുന്നുവെങ്കിൽ ആ ടിപ്പു സുൽത്താൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ അംഗരക്ഷകരും പോലീസ് മേധാവിയും സൈന്യ മേധാവിയുമെല്ലാം ഹൈന്ദവ സമുദായത്തിൽപ്പെട്ടവരായിരുന്നു. ഒരൊറ്റ മുസ്ലിം ഉണ്ടായിരുന്നില്ല. എന്റെ അർത്ഥം എന്താ? മുസ്ലിങ്ങളാണ് ഞങ്ങൾക്ക് ഹിന്ദുക്കളോട് വലിയ സന്തോഷവും സ്നേഹവും എന്നാണ് എന്റെ അർത്ഥം. വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയും വഴക്കും ഉണ്ടാക്കി തമ്മിലടിച്ചൂടെ സൗഹാർദ്ദം നഷ്ടപ്പെടുത്താൻ ആരെങ്കിലും ശ്രമിച്ചു കഴിഞ്ഞാൽ നടക്കൂല സംഭവം. അത് തീരെയില്ല സംഭവം. നമുക്കിവിടെ ഐക്യമാണ് വേണ്ടത്. വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയുണ്ടാവുന്ന സംസ്കാരം തുടക്കം കുറിച്ചത് ആദം നബിയുടെ മക്കളാണ്. അത് എന്തിന്റെ പേരില? പെണ്ണിന്റെ പേരിലാണ്. അത് മതത്തിന്റെ പേരിലോ പള്ളിയുടെ പേരിലോ അമ്പലത്തിന്റെ പേരിലോ ഒന്നുമല്ല. അത് മതത്തിന്റെ പേരിലോ പെണ്ണിന്റെ പേരിലാണ് അവരുണ്ട് ഹാബീലും ഹാബീലും തമ്മിൽ അടിയുണ്ടായത്. അതുകൊണ്ട് എന്റെ ബഹുമാനമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധമായ ഇന്ത്യ മഹാരാജ്യത്ത് നമ്മളെല്ലാവരും ഒരൊറ്റക്കെട്ടായിട്ട് ഐക്യത്തോടെ സൗഹാർദ്ദത്തോടെ കഴിഞ്ഞുകൂട്. ഒരു ഹിന്ദുവിന്റെ സഹായമില്ലാതെ ഒരു മുസ്ലിമിന് ജീവിക്കാൻ പറ്റൂല, ഒരു മുസ്ലിമിന്റെ സഹായമില്ലാതെ ഹിന്ദുവിന് ജീവിക്കാൻ പറ്റൂല, ഇവരുടെ എല്ലാവരുടെയും സഹായമില്ലാതെ ഒരു ക്രിസ്ത്യാനിക്ക് പറ്റൂല. അങ്ങോട്ടും ഇങ്ങോട്ടും എങ്ങനെ നോക്കിയാലും നമുക്ക് പ്രശ്നങ്ങളാണ്. ഒരുപക്ഷെ നമ്മൾ നമ്മുടെ സ്കൂൾ പരിശോധിച്ച് നോക്കുമ്പോൾ ഒന്നുകിൽ ക്രിസ്ത്യാനിയുടെ സ്കൂൾ ആയിരിക്കും, അല്ലെങ്കിൽ ഹിന്ദുവിന്റെ സ്കൂൾ ആയിരിക്കും, അല്ലെങ്കിൽ മുസ്ലിമിന്റെ സ്കൂൾ ആയിരിക്കും. ഇവിടെ എല്ലാ മതക്കാരും പഠിക്കുന്നുണ്ട്. അവിടെ തീവ്രവാദമായി നമുക്ക് കാണാൻ കഴിയോ? ഒരു രോഗമായി ആശുപത്രിയിലേക്ക് നമ്മൾ പോകുമ്പോൾ ആശുപത്രിയുടെ ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ ഏറ്റവും കൂടുതൽ ഒരുപക്ഷെ ക്രൈസ്തവ സഹോദരങ്ങളുടെ ഹോസ്പിറ്റലായിരിക്കാം. മംഗലാപുരത്തേക്ക് നിങ്ങൾ പോയി നോക്ക്, കിലോമീറ്റർ കണക്കിന് എത്ര മെഡിക്കൽ കോളേജുകളാണ്. മുസ്ലിമീങ്ങൾക്ക് എത്രയുണ്ട്?
ക്രിസ്ത്യാനികൾക്ക് എത്രയുണ്ട്, ഹിന്ദുക്കൾക്ക് എത്രയുണ്ട്. ഇവിടെയെല്ലാം മതത്തിന്റെ മൂല്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടാണോ രോഗികൾ പോകുന്നത്. ആര് ഏത് രോഗിയെ കൊണ്ടുപോയാലും ഏത് ഡോക്ടറായാലും അവർക്ക് വേണ്ട ശുശ്രൂഷകൾ, പ്രാഥമിക ശുശ്രൂഷകളാണ് നടത്തുന്നത്. അവിടെ മതത്തെയല്ല അവർ നോക്കുന്നത്, മാനുഷിക പരിഗണനയാണ് അവർ നോക്കുന്നത്. അതാണ് നമുക്ക് വേണ്ടത് ഇന്നത്തെ സാഹചര്യത്തിൽ. മനുഷ്യനെ മനുഷ്യനായി കാണണം. മാഹീം സ്യാദ് സർവഭൂതാനി നിവർത്തിസ്തു മഹാഫല. ഒരു കാരണവശാലും ആരും ഒരു മനുഷ്യനെ കൊല്ലരുത്. മനുഷ്യനെ കൊല്ലുന്നതിൽ നിന്ന് ആരെങ്കിലും മാറി നിന്നാൽ അവന് എല്ലാ ഫലവും സിദ്ധിക്കുമെന്നാണ് ഹൈന്ദവ പുരാണം പഠിപ്പിക്കുന്നത്. സമാനീവാഗുതി സമാന ഹൃദയാനിവാ സമാനമസ്തുവോ മനോ യഥാവസു സഹാസിദീ നഹീം ദൃശം സംവനനം തൃഷ്ടലോകേഷ്ട വിദ്യതേ ദയാ മൈത്രീ ച ഭ്രദേഷ്ട ദാനം ച മധുരാ ച വാക്. ദയാ മൈത്രീ ച ഭ്രദേഷ്ട ദാനം ച മധുരാ ച വാക്. ദയയും മൈത്രീ ബന്ധങ്ങളും മധുരമായ വാക്കുച്ചരിക്കലും ധർമ്മങ്ങൾ ചെയ്യലും അത് തന്നെയാണ് ഏറ്റവും വലിയ ആരാധന. അത് തന്നെയാണ് ഏറ്റവും വലിയ ആരാധന. അല്ലേ നമുക്ക് വേണ്ടത്? അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. സ്വസ്തി പ്രജാഭ്യ പരിപാലയതാം രായേണ മാർഗേണ മഹീമഹീംഷാ ഗോബ്രാഹ്മണേഭ്യ സുഖമസ്തു നിത്യ ലോകാ സമസ്ത സുഖിനോ ഭവന്തോ. സമസ്ത ലോകങ്ങളും സൗഖ്യത്തിൽ ഭവിക്കട്ടെ. സമസ്ത ലോകങ്ങളും സൗഖ്യത്തിൽ ഭവിക്കട്ടെ. നമ്മളും പഠിപ്പിക്കുന്നു അല്ലാഹുമ്മ അന്തസ്സലാം വമിൻകസ്സലാം വഇലൈക യർജിഉസ്സലാം ഹയ്യിനാ റബ്ബനാ ബിസ്സലാം. സമാധാനം താ അല്ലാഹ്. കൈകെട്ടി അല്ലാഹുവിന്റെ മുന്നിൽ നിൽക്കുന്ന മുസൽമാൻ അവൻ നമസ്കാരത്തിൽ നിന്ന് ഒഴിവാകുമ്പോ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. അല്ലാഹുവേ, ലോകത്തിന് സമാധാനം നൽകണേ പടച്ചവനെ, ശാന്തി നൽകണേ പടച്ചവനെ, കാരുണ്യം നൽകണേ പടച്ചവനെ. ഇതാണ് മുസൽമാന്റെ ആരാധന. അവിടെ വർഗീയതയില്ല, അവിടെ തീവ്രവാദമില്ല, അവിടെ ഭീകരവാദമില്ല, അവിടെ കൊലയ്ക്കുള്ള ആഹ്വാനമില്ല. അവിടെ സന്തോഷമാണ്, സമാധാനമാണ്. കൈകെട്ടി കഴിഞ്ഞാൽ അവന്റെ പ്രാർത്ഥന എന്താണ്? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ലോകങ്ങളുടെ രക്ഷിതാവേ, നിനക്കാണ് നിഖലസ്തുതി അഖിലസ്തുതി അർറഹ്മാനിർ റഹീം. ദുനിയാവിലുള്ളവർക്കും ആഖിറത്തിലുള്ളവർക്കും കരുണ ചെയ്യുന്നവൻ നീയാണ്. മാലിക് യൗമിദ്ദീൻ. നാളെ ആഖിറത്തിന്റെ ഭരണാധികാരി, നാളെ പരലോകത്തിന്റെ ഭരണാധികാരി, മഹ്ശറ വൻസഭയുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നവൻ അല്ലാഹുവേ, നീ തന്നെയാണ് നാഥാ, നീ തന്നെയാണ് നാഥാ. അതാണ് ഇവിടെ ദുആ ചെയ്യുന്നത്, അതാണ് ഇവിടെ പറയുന്നത്. ആരെ എതിർക്കാനോ കൊലക്കൊടുക്കാനോ ഒന്നും ഇവിടെ ആഹ്വാനം നടത്തുന്നില്ല. ഒരു സഹോദരൻ അടുത്ത സഹോദരനെ കണ്ട കൈ കൊടുക്കുന്നു. ഗോവയിൽ ഇവിടെ നിന്ന് എത്രയോ പേര് പോയി ജോലി ചെയ്യുന്നു. എത്ര ഹിന്ദുക്കളുമായിട്ട് അവിടെ ചർച്ച, ഹിന്ദു സഹോദരങ്ങളുമായിട്ടാണ് അവിടെ ജോലി ചെയ്യുന്നത്. നമ്മുടെയൊക്കെ പുറകിൽ പണിയെടുക്കുമ്പോൾ എത്ര ഹിന്ദു സഹോദരങ്ങളാണ്. നമ്മളൊക്കെ വാഹനത്തിൽ ഓടിക്കുമ്പോൾ, ബസ്സിൽ പോകുമ്പോൾ ഡ്രൈവർമാർ ഹിന്ദുക്കളാണ്. എത്രയോ സഹോദരങ്ങൾ ചിന്തിച്ചു നോക്ക്, മുസ്ലിം സുഹൃത്തുക്കളാണ്. നമ്മൾ ആ ഒരു മാനവികത നമുക്ക് ആവശ്യമാണ്. ഇസ്ലാം പഠിപ്പിച്ചതും അത് തന്നെയാണ്. ആ ഒരു ഐക്യത്തോടെ, ആ ഒരു സന്തോഷത്തോടെ, ആ ഒരു സൗഹാർദ്ദത്തോടു കൂടി നമ്മൾ മുന്നോട്ട് പോകണം. ഏത് മതക്കാരനായാലും ആരും ആരെയും കൊല്ലാൻ പഠിപ്പിച്ചിട്ടില്ല. പിന്നെ ഇങ്ങോട്ട് അടി കിട്ടുമ്പോൾ അങ്ങോട്ട് അടിക്കും, അത് സ്വാഭാവികമാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. അത് ജ്യേഷ്ഠൻ അടിയനടിച്ചാലും അനിയൻ ജ്യേഷ്ഠൻ അടിച്ചാലും അതങ്ങനെ തന്നെയാണല്ലോ, സ്വാഭാവികമുള്ളത്. അത് ഒരു പ്രകൃതി സംഭവിക്കുന്ന കാര്യമാണ്. അതിന്റെ പേര് ഒരു മതത്തിന്റെ പരിവേഷം നമ്മൾ അതിന് നൽകരുത്. അതൊരു പ്രകൃതി സംഭവിക്കുന്ന കാര്യമാണ്. ഞാനൊരു മൊയ്ലിയാരാണ്, ഞാൻ ചുമ്മാ ഇവരെ രണ്ടെണ്ണത്തിനായി ഇരിക്കുന്ന കാലിച്ച 5-6 അടി, 2-3 അടിയൊക്കെ ഈ പി ഉസ്താദ് അല്ലേ അടിച്ചോട്ടെന്ന് പറഞ്ഞ് നോക്കും. ചിലപ്പോ ഒരു കുത്ത് നമ്മൾ നെഞ്ചിൽ നോക്കി കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇടി തിരിച്ചും കിട്ടും. ഈ പി ഉസ്താദ് എല്ലാം പുരയിൽ പോയിരിക്കേണ്ടി വരും. പറഞ്ഞിട്ട് കാര്യമില്ല. അതൊരു പ്രകൃതി സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ആ ഒരു ഐക്യം നമുക്ക് ഉണ്ടാകട്ടെ, ആ ഒരു സഹോദരി നമുക്ക് ഉണ്ടാകട്ടെ. അള്ളാഹു അതിന് നമുക്ക് ഈ അതിന്റെ സദസ്സ് കൊണ്ട് അള്ളാഹു നമ്മുടെ നാട്ടിൽ ആ ഒരു സമാധാനവും സന്തോഷവും നൽകി അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. അപ്പോൾ പറഞ്ഞു വന്നത് എന്താ? മരിച്ചു പോയി ലോകത്ത് നിന്ന്. മരണപ്പെട്ട് കഴിഞ്ഞാലേ നമുക്ക് മഹ്ശറിൽ എത്താൻ പറ്റുള്ളൂ. മരിച്ചു കഴിഞ്ഞാൽ നേരെ കൊണ്ടുപോകുന്നത് ഖബറിലേക്കാണ്. അവിടെ മുതലാണ് ഒരു വെളിയാളം ഉണ്ടാകുന്നത്. മഹ്ശറിലേക്ക് ജനങ്ങളെ കൊണ്ടുപോകുന്ന വെളിയാളം. എല്ലാവരെയും കൊണ്ടുപോകും. ഈ ലോകത്തെ മുഴുവനും അല്ലാഹു നശിപ്പിക്കും, ഒരൊറ്റ ഊത്തിലൂടെ നശിപ്പിക്കും. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യമായി അവിടെ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന ഒരു വിഭാഗമുണ്ട്. ആരെയാണ് ആദ്യമായി ഉയർത്തെഴുന്നേൽപ്പിക്കുന്നത്? ആരെയാണ് ആദ്യമായി ഉയർത്തെഴുന്നേൽപ്പിക്കുന്നത്? മഹ്ശറ വൻസഭയിലേക്ക്. ഒരു ഹദീസ് കേട്ടോ, പൂർത്തിയാക്കുന്നില്ല, അതിന് മുമ്പ് നിർത്തിയാക്കാം. ദ്വാരക്കുമ്പോഴത്തെ തന്നെ സമയമാവുമല്ലോ.
10:30 ദുആ ഇറക്കുമ്പോഴത്തേക്ക് കറക്റ്റ് ടൈം നമ്മൾ പാലിക്കണം. അവിടെ തന്നെ ഇരുന്നോളി. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇദാ അഹ്യാ ജിബ്രീല വ മീകായീല വ ഇസ്രാഫീൽ. എല്ലാവരെയും ഈ ലോകത്ത് നിന്ന് മരണപ്പെട്ടതിന് ശേഷം, ഈ ലോകമെല്ലാം അസ്തമിച്ചതിന് ശേഷം, ഈ ലോകമെല്ലാം തകർന്ന് തരിപ്പണമായതിനു ശേഷം വീണ്ടും അതാ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുകയാണ്. ആദ്യമായി ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നത് ആദരവായ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, ഇദാ അഹ്യാ ജിബ്രീല വ മീകായീല വ ഇസ്രാഫീല വ ഇസ്രായീൽ. മലക്കുൽ മൗത്തിനെയും ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെയും മീകായിൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെയും ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഉയർത്തെഴുന്നേൽപ്പിക്കുകയാണ്. ഫയൻസിലൂന ഇലാ ഖബറിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂലിന്റെ ഖബറിന്റെ അരികിലേക്ക് അവർ കടന്നു വരികയാണ്. ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ ഹളറത്തിലേക്ക് കടന്നു വരുമ്പോ ഫബകാ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കരയുകയാണ്.